അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു സ്നാക്സ് ഐറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ സെയിൽ ചെയ്യുന്ന സ്നാക്സ് ആണ് ഇട്ടത്. നമുക്കെന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അത് ഞാനിതാ ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി തന്നെയാണ് കേട്ടോ. പൊന്നിയരിയൊന്നുമില്ല, സാധാ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി. ഇത് ഒരു ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അരി 1.5 ഗ്ലാസ് ചെറുപയറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ചെറുപയറിനൊക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചട്ടിയൊക്കെ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കൊടുത്തൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ചെറുപയർ ഇതാ വറുത്തായി കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് ഏലക്കായാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ ഏലക്കായ ഇടുമ്പോൾ ഒരു പ്രത്യേകമാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ. നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി ഇതുപോലെ കഴുകി വെച്ചതാണ്. ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ഇത് കുറച്ചായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കഴുകിയതും വറുത്തെടുക്കുന്നത്. തോനുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് വെയിലിട്ടിട്ട് ഉണക്കാട്ടോ ചെയ്യുക. എന്നിട്ടാണ് കേട്ടോ വറുത്തെടുക്കുക. അങ്ങനെ അരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അരിയും ചെറുപയറൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ചൂടായിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. ഇനി ശർക്കരപ്പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അത് മുക്കി പൊരിക്കാനുള്ള മാവ് ഒന്ന് റെഡിയാക്കാം കേട്ടോ. ഇതൊന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അരിമണി വറുത്തത് കണ്ടപ്പോൾ ഇതാ കട്ടൻ ചായ വെക്കാൻ കേട്ടോ. ഇനി നമുക്കത് മുക്കി പൊരിക്കാനുള്ള മാവ് ഒന്ന് റെഡിയാക്കാം കേട്ടോ. അത് ഞാനിതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കണം കേട്ടോ. എള്ളിന് ഞാനിതാ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. മധുരമുള്ള സാധനമല്ലേ? മധുരത്തിനുള്ളില്ലേ നമുക്ക് കുറേശ്ശെ വെള്ളം വെച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ട് വേണ്ട അതിന് കുഴച്ചെടുക്കാൻ. അങ്ങനെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ഇതുപോലെ ലൂസായിരിക്കണം കേട്ടോ. മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അരി നമുക്ക് കട്ടൻ ചായ ഇട്ട് കുടിക്കാം. വരി വറുത്തൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഇന്ന് പൊടിച്ചെടുക്കാം. ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തിലേക്കൊന്ന് നെയ്യ് വറുത്തെടുത്തേക്കാണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ശർക്കരപ്പാനിയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടോടുകൂടി തന്നെ നമുക്ക്
നമുക്ക് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങളുടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വോയിസ് കൊടുക്കുമ്പോൾ മൈക്കില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടാവും കേട്ടോ. പോലെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗവും ഒരേപോലെ നനഞ്ഞു വരണം. കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും ഒരേപോലെ നനഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് മധുരം ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോ കറക്റ്റ് മധുരമാണ്. നിങ്ങൾക്ക് മധുരം പോരാന്ന് തോന്നുന്നു വെച്ചാൽ കുറച്ചുകൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഓരോ ബോളാക്കി എടുക്കണം. വേഗം വേഗം നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ, ചൂടാറുന്നതിന് മുന്നേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉരുട്ടിയാൽ കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും പൊടിഞ്ഞു പോകുള്ളൂ കേട്ടോ. മാവെല്ലാം ഞാനിതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് മാവിൽ മുക്കി ഒന്ന് പൊരിച്ചെടുക്കാം. എന്നാൽ ഞാൻ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഓരോ ബോളും എടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഓരോ മാവും ഇതാ ഓരോ ബോളും ഇതാ മാവിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിൽ ഫില്ലിങ് ഫുള്ള് വെന്തത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇതാ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് പണിയാറുന്നാണ് കേട്ടോ ഇവിടെ പറയാ. ഇതാ പുറം നല്ല ക്രിസ്പി, ഉള്ളു നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാച്ച ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഗൾഫിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. ഞാനിപ്പോൾ ഇവിടെ ചായക്കടകളിലേക്കാണ് കേട്ടോ ഇത് കൊടുക്കാറ്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരെയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒരു കമന്റ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.